പാമ്പ് കടിച്ച വ്യക്തിയെ എന്താണ് ചെയ്യേണ്ടത്? പാമ്പ് കടിച്ച ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാമ്പ് കടിച്ച ആളെ പരിഭ്രാന്തി കൂട്ടാതിരിക്കുക. നമ്മൾ മാക്സിമം അയാളെ കാമായി നിർത്തുക. അതായത് നമ്മൾ ടെൻഷൻ ആക്കുന്ന ആളെ, നമ്മൾ ടെൻഷൻ ആവും തോറും നമ്മളെ രക്തം സഞ്ചരിക്കുന്നത് കൂടും, അതായത് ബ്ലഡ് പ്രഷർ കൂടിക്കഴിയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് പടർന്നു പിടിക്കാനുള്ള ഇതുണ്ട്. അപ്പൊ നമ്മൾ ശാന്തമായി ഇരിക്കുക, നമ്മൾ ടെൻഷൻ ആവാതെ. ഇപ്പോൾ കാലിലാണ് കടിച്ചെങ്കിൽ കാല് നമ്മൾ എന്താക്കുക, അനക്കാതെ വെക്കുക. അതായത് കാലില് നമ്മൾ ഈ കയറ് വെച്ച് ടൈറ്റായിട്ട് കെട്ടാറില്ല, അങ്ങനെ കെട്ടരുത്. അങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാല് ചിലപ്പം ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയം കൊണ്ട് തന്നെ നമുക്കത് മുറിച്ചു മാറ്റേണ്ട അവസ്ഥകളൊക്കെ വരും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ അങ്ങനെ ടൈറ്റായിട്ട് കെട്ടാതെ എന്തെങ്കിലും ഒരു പലക കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കാല് അനക്കാതിരിക്കാനുള്ള രീതിയിൽ ഒന്ന് ജസ്റ്റ് കെട്ടി വെക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. നമ്മൾ ടെൻഷൻ ആവാൻ പാടില്ല എങ്ങനെ പാടും. കാരണം ടെൻഷനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് പ്രഷർ കൂടി കാരണം നമ്മളത് പെട്ടെന്ന് ഇതിന് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം ശാന്തമായി ഇരുന്നിട്ട് കാല് അനക്കാതെ, കടിച്ച ഭാഗം അനക്കാതെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്താനാണ് നമ്മൾ നോക്കേണ്ടത്. താത്തി വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം പൊന്തിച്ച് വെക്കുമ്പോൾ, നമ്മളിപ്പോൾ കൈ പൊന്തിച്ച് വെക്കുമ്പോൾ ഈ കയ്യിലുള്ള ബ്ലഡ് നമ്മൾ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് സ്പീഡ് കൂടും നമ്മുടെ ബ്ലഡ് സഞ്ചരിക്കുന്നതിൻ്റെ. അപ്പോൾ താത്തി വെക്കുമ്പോൾ അത് കുറച്ച് ഇതുണ്ടാവും. നമ്മൾ താത്തി വെച്ചാൽ മതി.